ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാട്ടാളൻ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ചാണ്. ഞാനിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കലത്തെ ഷോ ഓൾറെഡി കണ്ടു. ബട്ട് എനിക്ക് ഒരു റിവ്യൂ ഓടി വന്ന് ഇടാൻ ഒരു ഒപ്പീനിയൻ പറയാൻ എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ മൂവി. നമ്മൾ ചില റിവ്യൂസ് ഞാൻ കണ്ടു, കാട്ടവരാതം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്കൊരു ആക്ഷൻ സീൻസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് ഒരു മൂവി കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു പ്രാവശ്യം കാണാം എന്നുള്ള. ലാർജർ ദാൻ ലൈഫ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരുപാട് നമ്മളെ ആക്ഷൻ എടുക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയാണെന്ന് തോന്നുന്നു. നമുക്കൊരു നമ്മുടെ ഇടയിലുള്ള ഒരു ആൾ അല്ലെങ്കിൽ അത് അതികായകനായി മാറുന്നു, അങ്ങനെയുള്ള അത് തന്നെ അതികായകനായിട്ട് മാറുന്നു എന്നുള്ള ആ ലെവലിലുള്ള പരിപാടിയൊന്നും തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഒരു ആക്ഷൻ മൂവിയാണ്, നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വൺ ടൈം വാച്ച്, തിയേറ്ററിൽ ആക്ഷൻ സീൻസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ വൺ ടൈം വാച്ചാണ്. പക്ഷേ പ്രശ്നം അതിനകത്ത് ബി ജി എം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രവി ബാസൂറിൻ്റെ ബി ജി എം ആണെന്ന് തോന്നുന്നു. പക്ഷേ ബട്ട് സ്റ്റിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹൈ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു നോർമൽ മൊമെൻറ്റ് വേണം. ആ നോർമൽ മൊമെൻറ്റിൽ നിന്ന് ഒരു പീക്കിലേക്ക് ഒരു ഹൈ കിട്ടുമ്പോഴാണ് നമുക്കൊരു ഹൈ മൊമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? നമുക്കൊരു നോർമൽ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം നമ്മളെ ഒരു വേറൊരു ലെവലിലേക്ക് ഉയർത്തണമെങ്കിൽ, ഒരു ഹൈ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ നോർമൽ സാധനം അവിടെ വേണം. പക്ഷേ ഇത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ബി ജി എമ്മിൽ ഒരേ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത്, ഹൈ മൊമെൻറ്റ്സ് ആണ്. അതിനകത്ത് ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. ലൈക്ക് ചില സീൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇമോഷണലി അത് കണക്റ്റ് ആവേണ്ടതാണ്, അങ്ങനെയുള്ള സീൻസുകളുണ്ട്. പക്ഷേ ബി ജി എമ്മിൽ അത് ആ സമയത്തും ഭയങ്കര കുത്തി നിറച്ചുള്ള ഒരു ബി ജി എം വെച്ചേക്കുന്ന കാരണം നമുക്കൊരു എന്താ പറയുക, ഇതെന്താ ഇങ്ങനെ, നമുക്ക് ആ ഒരു ഫീൽ എടുത്തില്ല. ശരി, എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ് അത് ആ സമയത്ത് തോന്നുന്നത്. പിന്നെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അടിപൊളിയായിരുന്നു. ലൈക്ക് ഒരു പഴയൊരു എനിക്കറിയില്ല ആ ആക്ടർ ഏതാണെന്ന്, ബട്ട് സ്റ്റിൽ അയാൾ ഒരു മെയിൻ എന്താ പറയുക, ചെറുപ്പകാലം കാണിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് പുള്ളി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ട് സ്വാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്വാഗ് പെപ്പയ്ക്കില്ലാതായി പോയി. അതാണ് അടുത്തൊരു പ്രശ്നം. ലൈക്ക് പെപ്പയ്ക്കൊരു സ്വാഗ് തോന്നുന്നില്ല. നമുക്ക് ആ ആക്ടറിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് അത് ഡിറക്ഷൻ്റെയും ഒരു പ്രശ്നമാണ്. ലൈക്ക് അതായത് പല മൂവികളിലും നമ്മൾ ആ സ്വാഗ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്കമാലി ഡയറീസ് ആണെങ്കിലും അതൊക്കെ ആ ഷോട്ടുകൾ വെക്കുന്നതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണെന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നം, ആ സ്വാഗ് ഫീൽ ചെയ്തില്ല. ഇടിയാണ് ഒരു ഫീൽ ചെയ്തിട്ടുള്ളൊരു ഇടിയല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ കൈ തന്നെ, പെപ്പയുടെ പല സീൻസുകളും ശ്രദ്ധിച്ചാൽ തന്നെ കൈ എങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ജിമ്മന്മാർ നിൽക്കുന്ന പോലെ ഒറ്റ നിൽക്കുന്ന കുറേ ഷോട്ടുകളുണ്ട്. അതൊന്നും അത്ര അങ്ങോട്ട് നമ്മൾ ആ സമയത്ത് അതെന്താ അങ്ങനെ നിൽക്കുന്നത്, നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുകയാണെന്ന് തോന്നും. അത് ഡിറക്ഷൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി ലൈൻ പറയുന്നതിൽ 1995 എന്ന് ഇടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ട്, കുറേ കാലത്തിന് ശേഷം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. വില്ലൻ അതേ സമയത്ത് 1990 ഐഫോൺ 17 പ്രോ മാക്സോ അതങ്ങാണ്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഏത് കാലഘട്ടത്തിലാണെന്നൊരു കൺഫ്യൂഷൻ. ലൈക്ക് അതിൻ്റെ ഇടയ്ക്ക് മാർക്കോയുടെ ജോർജ് അല്ലേ, മാർക്കോയല്ല നമ്മുടെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, അത് കാണിക്കുന്നുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് കാലഘട്ടത്തിലാണ്? മാർക്കോ ഫ്യൂച്ചറിലല്ല കാണിച്ചത്, കറണ്ട് സിറ്റുവേഷനിലാണ് കാണിച്ചത്. അപ്പം ഈ ഐഫോൺ 17 ഏത് സമയത്തോളം അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ നമ്മുടെ കാലഘട്ടത്തിനെ. അത് ഒരു സംവിധായകന്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഇത് മാർക്കോ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ, ഇതൊന്നും വലിയ സ്പോയിലറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ട്രെയിലറിനകത്തൊക്കെ അവർ ഓൾറെഡി അത് കുറേ കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ കഥയിലോട്ടൊന്നും കടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ. ഇത് മാർക്കോ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ഏത് കാലഘട്ടത്തിൽ അത് കണക്റ്റ് ആവുമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയതായിട്ട് തോന്നുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് തുടക്കത്തിൽ നമ്മുടെ ടൈറ്റിൽ കാർഡിനകത്ത് തന്നെ കുറേ, അതായത്
നായകനും അവരുടെ സഹായികളും അവരുടെ ഫ്രണ്ട്സും എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല, ബട്ട് അവരൊരു ടീമാണെന്ന് കാണിച്ചു പോകുന്നുണ്ട്. ബട്ട് എങ്ങ് നിന്ന് വന്ന ഒരു നായകൻ എന്നൊരു ഫീലാണ് കിട്ടുന്നത്. നായകൻ എവിടെ നിന്ന് വന്നതാണെന്നോ അയാളുടെ എന്താ പറയുന്നത് അയാളുടെ പാസ്റ്റ് എന്താണെന്നോ എന്തിനിവിടെ വന്നു എന്നോ അല്ലെങ്കിൽ എന്തിന് ഇനി എന്താണെന്നോ ഇനി പറയൂ ആ കാര്യങ്ങൾ ഇനി പറയുമോ അതൊന്നും ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേജ് പോലെയാണ് നായകനെ ഫീൽ ചെയ്തത്. പിന്നെ ഏറ്റവും വലിയ ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാ ഒക്കെ പടത്തിലുണ്ട്. പക്ഷേ ഹനാൻ ഷായുടെ പേരെന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതാണ് കോമഡി. അതായത് ക്യാരക്ടറോടുണ്ട്, ബട്ട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ഇവർ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആയത്, അല്ലെങ്കിൽ ആണോ അത് മാമൻ്റെ മോനാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് അത് ഇവരെങ്ങനെയാണ് ആ ഒരു ബോണ്ട്, അത്രയും ബോണ്ട് ആണല്ലോ. പിന്നെ അടിപൊളി ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു ഹനാൻ ഷായ്ക്ക്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഹെഡ് ഷോട്ട്, ഒരു 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 അടിപൊളി ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ ഹനാൻ ഷായ്ക്ക് ഒരു സാധനങ്ങളും പടത്തിൽ കൊടുത്തിട്ടില്ല. ഐ മീൻ എൻ്റെ ഒരു സ്ഥലത്ത് ഭയങ്കര ഒരു ഹനാൻ ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആരാധകരുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ മലപ്പുറം ആ ഭാഗത്തൊക്കെ അല്ലേ, നമ്മുടെ നോർത്ത് കേരള ഭാഗത്തൊക്കെ പുള്ളിക്ക് നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പം ആ ഫാൻ ഫോളോയിങ് മുതലാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കൊണ്ടുവച്ചത് എടുത്ത പോലാണ് തോന്നിയത്. ഒരു ഡയലോഗോ ആനയ്ക്ക് ചിഹ്നം വിളിയെങ്കിലും ഉണ്ട്, പക്ഷേ ഹനാൻ ഷായ്ക്ക് ഒരു ഡയലോഗും ഇല്ല എന്ന് ഒരിടത്ത് ഞാൻ എഴുതിയേക്കുന്നുണ്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട് ഒരു ഡയലോഗെങ്കിലും കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു പേര് വിളിക്കുന്നോ അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നോ. പുള്ളിയുടെ കൂട്ടത്തിൽ ഫുൾ ടൈം ഉണ്ട്. ഐ മീൻ ക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? യാതൊരുവിധ കമ്മ്യൂണിക്കേഷനോ അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാം പെപ്പെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു പിടിവാശി പോലെ സംവിധായകന്. അതായത് ഡയലോഗാണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും എല്ലാം പെപ്പയ്ക്ക് തന്നെ ചെയ്യണം. ബാക്കിയുള്ളവർക്കും കൂടെ ഒരു അവസരം കൊടുത്തൊരു ഇത് കൊടുത്തു കഴിഞ്ഞാലേ അത് ഒരിതുള്ളൂ, ഒരു പഞ്ച് വരുള്ളൂ. ഇത് ഡയലോഗുകൾ അത്ര നന്നായിട്ട് തോന്നിയില്ല, ഡയലോഗുകളെല്ലാം മോശം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ആക്ഷന് വേണ്ടിയിട്ട് ആനയെ വെച്ച് ചെയ്ത ഇല്ലാത്ത പരിപാടിയാണ് ആന ചെയ്തത്. അതിനും വേണ്ടിയിട്ട് പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാനുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ BGM ഓവർ ഡൺ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ വെച്ച് പണ്ടാരം ഒന്നും ഫീലും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ എന്തോ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും തോന്നുന്നില്ല ഇതെന്ത് എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് തന്നെയാണ്. അങ്ങനെയൊക്കെ ഒരു 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 സംഭവം, അതാണ് എനിക്ക് വിഷമമായത്. ബട്ട് അത് കൂടാതെ ബാക്കി എനിക്ക് തോന്നിയപ്പം സിനിമാറ്റോഗ്രഫി കൊള്ളാം, മ്യൂസിക് ഐ മീൻ ഒരു പാട്ട് ഹനാൻ ഷായ്ക്ക് വേണം. കുറേ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം പാട്ടിനകത്തൂടെ പറയാമല്ലോ, നമുക്ക് ഈ ഒരു ഇമോഷണൽ കണക്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള സീൻസ് അതിനകത്ത് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടില്ല. പിന്നെ പിന്നെ മാർക്കോ യൂണിവേഴ്സിറ്റി കണക്ട് ചെയ്ത് എനിക്കറിയില്ല, വാട്ട് എവർ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഡോണ്ട് നോ. പിന്നെ എന്താ പറയുക, പെപ്പെ കാര്യമായിട്ട് ആൻ്റണി വർഗീസ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഓറയോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കിൻഡലിടി എന്നൊക്കെ പറഞ്ഞില്ലയോ, അത് പുള്ളിയുടെയൊക്കെ ഒരു ഹൈലൈറ്റ് അല്ലേ. അതൊന്നും ഇതിനകത്ത് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. RDX ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്നാ ഇടിക്കുന്ന പെപ്പഴി ഇടി എന്നൊക്കെ പറഞ്ഞാൽ ആ വീട്ടിനകത്ത് കിടന്ന് ഇടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും, മനസ്സിലായി? ആ ഒരു മൊമെൻറ്റ് ഹൈ. ഇപ്പം സ്കൂളിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അവനെ അടിക്കണമെന്ന് തോന്നുന്ന സമയത്താണ് പുള്ളി അത്ര അടിക്കാനായിട്ട് അവർ എത്ര ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ഫേസിലെ പിരിമുറുക്കം ക്യാപ്ചർ ചെയ്ത് പിള്ളേർ കൊട്ടിപ്പാടുന്നതും ക്യാപ്ചർ ചെയ്ത് ഇത് അങ്ങനെ മ്യൂസിക് വൈസ് കയറ്റി കൊണ്ടുവന്ന് അടിക്കാൻ തോന്നുന്ന സമയത്ത് അടിക്കുകയും ഒരു വലിയ അടിയിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. അതുവരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോർമലാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്പോഴേ ഹൈ ആണ്, മോളിൽ നിൽക്കുകയാണ് ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മളിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇടി നടക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ആ ബിൽഡപ്പ് അല്ലേ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ആക്ഷൻ സീൻസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കാണാനുണ്ട്. ഭയങ്കര രീതിയിലാണ്, അടിപൊളി നന്നായിട്ട് കഷ്ടപ്പെടുന്നു എടുത്തിട്ടുണ്ട്. പക്ഷേ ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ
മാർക്കോ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇഷ്യൂ എന്ന് ജഗദീഷിൻ്റെ ക്യാരക്ടറാണ്. അതെങ്ങനെ കണക്റ്റ് ആവും എനിക്ക് മനസ്സിലാവുന്നില്ല. ജഗദീഷിൻ്റെ ക്യാരക്ടറായിട്ട് കണക്റ്റ് ആവില്ല. കുറേ ലൂസൻസ് ഉണ്ട്. അത് എങ്ങനത് അവർ ചെയ്യും എന്ന് അറിയില്ല. ഇടയ്ക്ക് അവസാനം കുറച്ച് പിള്ളേരൊക്കെ കൊണ്ടുവന്നൊരു പരിപാടിയുണ്ട്. പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പിള്ളേർ തോക്ക് പിടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമച്ചറായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് പിള്ളേരെ കൊണ്ട് തോക്ക് പിടിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സീൻ പ്ലാൻ ചെയ്യുമ്പം അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിനൊരു സ്റ്റൈലിഷ് ലുക്കിലോ അങ്ങനെ ഒരു സംഭവം ഇതും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോട്ടുകൾ വെക്കാതിരിക്കുക. ഇടത് കയ്യിൽ തോക്ക് ഇതാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും ണല്ലോ എന്ന് തോന്നും. ആ ഒരു രീതിയിലാണ് ആ ഒരു പോർഷനൊക്കെ വന്നേക്കുന്നത്. ബട്ട് ഞാൻ ഒരു ടൈം പാസ് മൂവി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഫാമിലി ആയിട്ട് പോയി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്ഷേ അതിനു വേണ്ടി മാർക്കോ പോലുള്ള ബ്ലഡ് ഷെഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ കൊതുകിനെ തല്ലിക്കൊല്ലുന്ന പോലെയാണ് ആൾക്കാരെ അതിനകത്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് വയലൻസ് ആയിട്ട് അങ്ങനെ ഭയങ്കര മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ വയലൻസ് എനിക്ക് മേ ബി തോന്നുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണമായിരിക്കും. മറ്റേ സ്ക്രീനിങ്ങിൻ്റെയൊക്കെ പ്രശ്നം കാരണമായിരിക്കാം. വട്ടവർ എനിവേ തിയേറ്ററിൽ ഒരു പ്രാവശ്യം പോയി കാണാം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ചുമ്മാ ചില്ല ചെയ്ത് ഇരുന്ന് കണ്ട് മറക്കാം എന്ന് പറയുന്നൊരു മൂവിയാണ്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഇതെല്ലാം പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, ഞാൻ കാശ് മുടക്കി തിയേറ്ററിൽ പോയി കഷ്ടപ്പെട്ട് പടം കണ്ടതില്ലേ, കഷ്ടപ്പെട്ട് കടമാണെന്ന് മീൻസ് ഒരു തിയേറ്ററിൽ പടം കാണാൻ പോകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ബുക്ക് ചെയ്യുന്നതിന് ടൈം സ്പെൻഡ് ചെയ്യണം, മണി സ്പെൻഡ് ചെയ്യണം, നമ്മൾ റെഡി ആവണം, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോകണമല്ലോ, അവിടെ ചെല്ലണം, നമ്മുടെ ടൈം കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ടൈം അത്രയും അകത്ത് സ്പെൻഡ് ചെയ്ത് നമ്മൾ ആ പടം കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ഒപ്പീനിയനാണ്, എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടം പോയി കാണുക, റിവ്യൂസ് കണ്ടിട്ട് പോകാതിരിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സ്വന്തം ഓപ്പൺ മൈൻഡായിട്ട് പടം പോയി കണ്ടുപോകുക. ചിലപ്പം ഇഷ്ടപ്പെടാം, ചിലപ്പം ഇഷ്ടപ്പെടാതിരിക്കാം. ഇപ്പം ഒരു ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇതെങ്ങനെ എടുത്തു എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഒരു റെഫറൻസൊക്കെ കിട്ടണമല്ലോ. അപ്പം ലൈക്ക് ഇത് ഓൾറെഡി വേറെ അടുത്തൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു മൂവീസ് ഒരു ഷോട്ട് ഇത് കൊള്ളാം എന്നൊക്കെ തോന്നുന്ന ആ ചില ഷോട്ടുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ബിജിഎമ്മിൻ്റെ കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഷോട്ടുകൾ കുറച്ചൊക്കെ നല്ല രസമുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട്. ആന വെച്ചിട്ട് വന്നിട്ടുണ്ട്, ഒരു റിച്ച് സ്കെയിലിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബട്ട് കാര്യമില്ലാതായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, എനിവേ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുപോകും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ ഒരു ക്വാളിറ്റി വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ക്യാമറ പുതിയത് വാങ്ങിച്ചു, ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ഇതിനായിട്ട് സ്പെസിഫിക്കായിട്ട് ചെയ്യാം, ഏത് ക്യാമറയാണ് ചെയ്തതെന്ന് അറിയിക്കാം. ഓക്കെ, പിന്നെ വേറെന്താ, ഇതുപോലുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നിലവിൽ 26 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനലിന്. ബട്ട് ഐ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമായിരിക്കും. കണക്റ്റ് ആവുന്ന ആൾക്കാരുണ്ട്, ചെയ്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.